സംശയത്തെ തുടർന്ന് ഭാര്യയെയും സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊന്നു. പത്തനംതിട്ട കൂടൽ പാടത്താണ് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത്. സംഭവം സ്റ്റേഷനിൽ വിളിച്ചറിയിച്ച് കുളിച്ച് വസ്ത്രം മാറി പോലീസിനെ കാത്തുനിൽക്കുകയായിരുന്നു പ്രതി ബൈജു. ബൈജുവാണ് ഇരട്ടക്കൊലപാതകം നടത്തിയത്. കൊല്ലപ്പെട്ടതിൽ ഒന്ന് ഭാര്യ വൈഷ്ണ, മറ്റൊരാൾ സഹപാഠിയും ഉറ്റ ചങ്ങാതിയുമായിരുന്ന വിഷ്ണു. പത്തനംതിട്ട നഗര കേന്ദ്രത്തിൽ നിന്നും 38 കിലോമീറ്റർ അകലെ കൊല്ലം പത്തനംതിട്ട ജില്ലാ അതിർത്തിയായ പാടം എരുത്വാപ്പുഴയിലാണ് നാടിനെ ഞെട്ടിച്ച ഇരട്ടക്കൊലപാതകം. കൊല്ലപ്പെട്ട വിഷ്ണു അമ്മയ്ക്കൊപ്പം കഴിഞ്ഞ 1 വർഷമായി താമസിച്ചു വന്ന ഈ വീടിൻ്റെ സിറ്റൗട്ട് ഭാഗത്താണ് വൈഷ്ണയും വിഷ്ണുവും ആക്രമിക്കപ്പെടുന്നത്. എൻ്റെ മോളെ കഴുത്തിന് ഇവിടെ ഒരു വെട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇടത്ത് ഭാഗത്ത് ഇവിടെ ഇങ്ങനെ മൊത്തം ബ്ലഡാവും എൻ്റെ ദേഹത്തെ. ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു നോട്ടേ നോക്കിയുള്ളൂ, പിന്നെ അത് നോക്കണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായതുമില്ല. പടയണിപ്പാറ ക്ഷേത്ര പരിസരത്തെ മരങ്ങൾ വെട്ടിമാറ്റി വൈകുന്നേരം ഒന്നിച്ചു മടങ്ങിയവരാണ് ബൈജുവും വിഷ്ണുവും. ഭാര്യയ്ക്ക് വിഷ്ണുവുമായി അടുപ്പമുണ്ട് എന്ന സംശയം ബൈജുവിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ വൈഷ്ണവ് ഉപയോഗിച്ചു വന്ന മറ്റൊരു ഫോൺ കണ്ടെത്തി. ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റും ബൈജുവിന്റെ ശ്രദ്ധയിൽ വന്നു. ഇതേ ചൊല്ലി തർക്കമായി. ഇതിനിടെ അക്രമം ഭയന്ന വൈഷ്ണ ഇറങ്ങിയോടി. കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ ബൈജു വെട്ടുകത്തിയുമായി പിന്നാലെ വിഷ്ണുവിന്റെ വീട്ടിലേക്കെത്തി. ആദ്യം വൈഷ്ണയെ വെട്ടി, ശേഷം വിഷ്ണുവിനെ വിളിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് FIR-ൽ പറയുന്നു. പുള്ളി ബന്ധുക്കാരെല്ലാം വിളിച്ചു പറഞ്ഞു. എന്നെ പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട്, മരിച്ചു കിടപ്പുണ്ട്. വന്നിട്ട് കുളിച്ച് വന്നിട്ട് ഡ്രസ്സ് മാറി നിൽക്കുമായിരുന്നു. പോലീസ് വന്നപ്പോൾ ഡ്രസ്സ് മാറി നിൽക്കുമായിരുന്നു. മകൾക്ക് പ്രായം 9 വയസ്സ്, മകന് 5. ബൈജുവും ഭാര്യ വൈഷ്ണയും താമസിച്ചിരുന്ന വീടാണ് മുകളിൽ കാണുന്നത്. ദമ്പതികളുടെ പുതിയ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലും. ഇവിടെ നിന്നും കേവലം 150 മീറ്റർ മാത്രം അകലെയാണ് കൊലപാതകം നടന്ന വീട്. ഇരുവർക്കും തലയ്ക്കും കഴുത്തിനുമാണ് വെട്ടേറ്റത്. വിഷ്ണുവിന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള 9 മുറിവുകളുണ്ട്. ഇരു സമുദായത്തിൽപ്പെട്ട ബൈജുവും വൈഷ്ണയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. സൈനിക സേവനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വേളയിലായിരുന്നു വിവാഹം. പിന്നീട് ജോലി വേണ്ടെന്ന് വെച്ച് ബൈജു തടിപ്പണിക്കിറങ്ങുകയായിരുന്നു. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.